നെഞ്ചു പിളർന്നവൾ അമ്മ കിളിയുമാ കുഞ്ഞി കിളികളും. SP ചലഞ്ചസിന്റെ നാട്ടിലെ താരം എന്ന പരിപാടിയിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന ഒരു കൊച്ച് വലിയ ഒരു കലാകാരിയാണ്. നമ്മുടെ പേരെന്തുവാ? നന്ദനക്കുട്ടിയാണ്. അപ്പോൾ നന്ദനക്കുട്ടി ഇന്നൊരു പാട്ട് പാടുന്നു. ആ പാട്ടിന്റെ പ്രത്യേകത ഞാൻ എഴുതിയ ചെറിയൊരു കവിതയാണ്. അമ്മയെക്കുറിച്ചുള്ളൊരു കവിതയാണ്. ഒരു അമ്മയുടെ വേർപാടിൽ വേദനിക്കുന്ന ഒരു മകളുടെ വേദനകളാണ് ഈ കവിതകൾ. അപ്പോൾ ആ കവിത ചെറുതായിട്ട് നമ്മളൊന്ന് ട്യൂൺ ചെയ്തിട്ടുണ്ട്. ഷൈൻ ട്യൂൺ അവർ നമുക്ക് ചെറിയതായിട്ടൊന്ന് ട്യൂൺ ചെയ്തു തന്നു. അപ്പോൾ അത് ഞങ്ങൾ ഒരു ചെറിയ രീതിയിലൊന്ന് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. നന്ദനക്കുട്ടിയാണ് പാടിയത്. അപ്പോൾ ആ പാട്ട് നമുക്കൊന്ന് കേൾക്കാം. അപ്പോൾ ഈ പാട്ട് ഇഷ്ടപ്പെട്ടാൽ ഇതെഴുതിയ എന്നെയും ഒപ്പം ഇത് പാടിയ നന്ദനക്കുട്ടിയെ നല്ല പ്രോത്സാഹനം തരണം. നന്ദന എത്രയിലാ പഠിക്കുന്നേ? 4ാം ക്ലാസ്സിൽ. എവിടാ പഠിക്കുന്നേ? വിദ്യാധിരാജ വിദ്യാപീഠം മാവേലിക്കര. അപ്പം നേരത്തെ ഈ പാട്ട് മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടില്ലേ? അപ്പൊ സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് പറഞ്ഞുതരാം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി. സ്റ്റേറ്റിന് പോയിട്ട് ലൈറ്റ് മ്യൂസിക്കിന് ഫസ്റ്റ് പ്രൈസ് ഉണ്ട്. പിന്നെ കഴിഞ്ഞ വർഷത്തെ രാമായണ പ്രതിഭയായിരുന്നു. പിന്നെ ടോപ്പ് സിംഗറിന്റെ സീസൺ 2 ഓഡീഷനിൽ പോയിട്ടുണ്ട്. അപ്പം എത്രയും പെട്ടെന്ന് ടോപ്പ് സിംഗറിലേക്ക് വിളിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. എന്റെ മുറ്റത്തെ തണൽ മരം മാഞ്ഞുപോയി, എന്റെ മുറ്റത്ത് നിലാവും ഉദിച്ചില്ല, കൂരിരുൾ കാട്ടിലകപ്പെട്ടു പോയി ഞാൻ, കൂട്ടിൻ ദീപമായി അമ്മ വേണം. ശോഭയായി രാമായണത്തിന്റെ ശീലുകൾ കേട്ടില്ല, മുത്തശ്ശിക്കഥകൾ നിറഞ്ഞൊരാ സന്ധ്യേ, കുസൃതിക്കുരുന്നിന്റെ കലപില കേട്ടില്ല, പൂങ്കാവനത്തിലെ പൂമരക്കൊമ്പിലെ ആൺകിളിയമ്പേറ്റ് വീണു പിടഞ്ഞതും, പിളർന്നവൾ അമ്മ കിളിയുമാ കുഞ്ഞി കിളികളും. എന്റെ മുറ്റത്തെ തണൽ മരം മാഞ്ഞുപോയി, എന്റെ മുറ്റത്ത് നിലാവും ഉദിച്ചില്ല, കൂരിരുൾ കാട്ടിലകപ്പെട്ടു പോയി ഞാൻ, കൂട്ടിൻ ദീപമായി അമ്മ വേണം.
എങ്ങനെ ഉണ്ടായിരുന്നു പാട്ട്? അടിപൊളിയാണ്. അടിപൊളി പാട്ടായിരുന്നു അല്ലേ? നന്നായി പാടി. അപ്പൊ നമ്മള് ഈ പാട്ട് എവിടെ പാടിയേ? ഏത് സ്റ്റുഡിയോയിലാ? ചെങ്ങന്നൂര് പാട്ടുപെട്ടി സ്റ്റുഡിയോയിലാ പാടിയത് അല്ലേ? അപ്പൊ നന്നായി പാടാൻ പറ്റി. ഓക്കെ. അപ്പം നന്ദനക്കുട്ടിക്ക് ഒരു ചെറിയ സമ്മാനം. നമ്മുടെ SP ചലഞ്ച് ഒക്കെ കാണാറുണ്ടോ? പരിപാടിയൊക്കെ ഇഷ്ടമാണോ? കാണാറുണ്ട്. അപ്പൊ കൂട്ടുകാരോടൊക്കെ പറയണം നമ്മുടെ ചാനൽ കാണാൻ, SP ചലഞ്ചസ്. അപ്പൊ നമ്മുടെ ഫേസ്ബുക്കിൽ സുനിൽ വെട്ടിയാർ. അപ്പൊ നമ്മുടെ ചാനലിന്റെ ചെറിയ ഒരു സമ്മാനം. ഓക്കെ, കൈ കൊടുക്കും. ശരി.